എന്ന് പറയുന്നത് ഇതിനാണോ, ഈ ട്രാൻസിഷൻ ആണോ? പേര് എന്തായിരുന്നു? ഓന്തെന്നായിരുന്നു. സോ നിനക്ക് എന്റെ പേര് നന്നായിട്ട് അറിയാമല്ലോ. അത്ര നന്നായിട്ട് അറിയില്ല എങ്കിലും അറിയാം. ഏതായാലും നമുക്കൊരു ഏരയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. ഈ ചേഞ്ച് അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്ക. നമുക്ക് പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഹാപ്പി ആയിട്ടുള്ള സമയമുണ്ട്. എല്ലാ വാക്കുകളാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. ഏറ്റവും വലിയ ഗിഫ്റ്റ് ദാറ്റ് ഐ കൻ ഗിവ് യു ഇസ് നല്ല വാക്കുകളല്ലേ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽ വാസവും തനിക്ക് ഫലം. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത്. എന്തിനാ മോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ടയും കയറും. എനിക്ക് ചില കാര്യങ്ങൾ, ചില ടോപ്പിക്സ് വിച്ച് ഐ എം നോട്ട് കംഫർട്ടബിൾ, ചില കൈൻഡ് ഓഫ് ഫൈറ്റ്സിലൊന്നും ഞാൻ ഇൻവോൾവ് റിയൽ ലൈഫിലാവില്ല. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. I think it's pretty normal in my life. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞി. എല്ലാവരുടെ ലൈഫിൽ ഇപ്പൊ എത്ര വലിയ ജോലി ആളാണെങ്കിലും there will be time വെറുതെ ഇരിക്കുന്ന ടൈം ഉണ്ടാവും. ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ പുറത്ത് എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ കണ്ട് ഡിസപ്പോയിന്റ് ആവോ എന്നുള്ള ഫീലിംഗിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആയിരുന്നത്. വാ തുറന്ന വിഷമേ തുപ്പത്തുള്ളൂ. എനിക്ക് എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യണം, എനിക്ക് എല്ലാരെയും ഇൻസ്പയർ ചെയ്യണം, ബി സ്ട്രോങ്. ഈ തോന്നലായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നേ കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വെക്കൂ. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാലോ. അപ്പൊ ഡൗൺ ആവുന്നത് നോർമൽ, അത് ലൈഫിൽ അങ്ങനെയാണ്. എല്ലാവർക്കും ഡൗൺ ആവും. ആങ്ങളെ ആയാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും അധികമായാൽ അമൃതം കമയാ.